ജോൺസേട്ടാ, ആ എന്തായി കട തുടങ്ങിയിട്ട് എത്ര നാളുകളായിണ്ട്? കട തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 34ാമത്തെ വർഷമാണ്. അതെ. ജോൺസേട്ടൻ അപ്പോൾ എത്ര വയസ്സായി? ഇപ്പോൾ 60 വയസ്സാവണം. 60 വയസ്സാവാൻ പോവാണ്. ഈ ജോൺസേട്ടൻ ദൈവവിശ്വാസിയാണോ? വിശ്വാസമുണ്ട്. വിശ്വാസമുണ്ട്. എത്രാമത്തെ വയസ്സ് തൊട്ടാണ് ഈ ദൈവവിശ്വാസം തുടങ്ങിയത്? ശരിക്കും നമ്മളൊരു ചെറുപ്പം തൊട്ട് തന്നെ പള്ളിയിൽ പോകും, പരിപാടി ഇങ്ങനെ സ്വിച്ചിട്ട് പോലെ പള്ളി പോകുന്നു, പ്രാർത്ഥന എത്തിക്കുന്നു എന്ന രീതിയിലൊക്കെ പോയിക്കൊണ്ടിരുന്ന ഒരാളാണ് ചെറുപ്പത്തിൽ. വിശ്വാസം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഇപ്പോൾ ഉള്ള പോലെ വിശ്വാസം വന്നിട്ട് ഒരു എന്താ പറയുക, ഒരു 30 വയസ്സിന് ശേഷമാണ് ഇന്ന് നിൽക്കുന്ന തരത്തിലുള്ള വിശ്വാസത്തിലേക്ക് എത്തിയത്. അന്നത്തെ അവസ്ഥ എന്ന് പറയുമ്പോൾ, അന്നത്തെ വിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മൾ കുടുംബപരമായിട്ട് പാരമ്പര്യമായിട്ട് ക്രിസ്ത്യാനിയായിരുന്നു, പള്ളി പോകുന്നു, പ്രാർത്ഥന എത്തിക്കുന്നു, യാന്ത്രികമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ ഇങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ശരി. നമ്മുടെ ഇപ്പോൾ ഈ ദുരിതപൂർണമായ ജീവിതത്തിലെ ദൈവത്തിന് നമ്മളെ എങ്ങനെ സഹായിക്കാൻ പറ്റും? ജോൺസേട്ടൻ്റെ അഭിപ്രായം എന്താ? അപ്പോൾ നമ്മൾ എൻ്റെ ഒരു ലൈഫായിട്ട് ഞാൻ കണക്ട് ചെയ്യേണ്ടി വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 80 ഒരു 15-16 വയസ്സ് തൊട്ട് നമ്മൾ ജോലി ചെയ്യാനായിട്ട് തുടങ്ങിയ ആളാണ്. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ മുതൽ ജോലി ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞിട്ടൊരു 10-16 സ്ഥാപനങ്ങൾ നമ്മൾ ജോലി ചെയ്തിട്ടുണ്ട്. ജോലി ചെയ്തിട്ട് പിന്നീടാണ് നമ്മൾ കല്യാണം കഴിക്കുന്നത്, അതോടൊപ്പം തന്നെ കട തുടങ്ങുന്നത്. നമ്മളതിൽ കുടുംബപരമായിട്ടോ അല്ലെങ്കിൽ പാരമ്പര്യമായിട്ടോ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ സാമ്പത്തികമായിട്ട് സെറ്റപ്പോ നമ്മൾ ആരെങ്കിലും സഹായിക്കാനോ അങ്ങനെ ഒരു കാലത്തും നമുക്ക് ഹെൽപ്പായിട്ട് ആരും ഉണ്ടായിട്ടില്ലേ നമ്മുടെ ലൈഫിൽ. പക്ഷേ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ മുഴുവൻ 100% സത്യസന്ധമായി ആത്മാർത്ഥമായിട്ട് വളരെ ചെയ്തിങ്ങനെ മുന്നോട്ട് പോകുന്നു. 16 സ്ഥാപനത്തിൽ നമ്മൾ വർക്ക് ചെയ്ത സ്ഥാപനങ്ങളിലൊക്കെ നമ്മൾ സത്യസന്ധമായി ആത്മാർത്ഥമായിട്ട് നമ്മൾ മുന്നോട്ട് പോയി. പിന്നീടാണ് കട തുടങ്ങുന്നത്. ഇപ്പം നമ്മളുടെ ഒരു 15 വയസ്സ് മുതൽ ഒരു 25 വയസ്സ് വരെയുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചാൽ ലോകത്തെ മുഴുവൻ മാറ്റിമറിക്കാൻ സാധിക്കും. നയാഗര വെള്ളച്ചാട്ടത്തിനെയൊക്കെ തടുത്തു നിർത്താൻ സാധിക്കും. മതിച്ചു വരുന്നൊരു ആനേനെ നമുക്ക് തടയാൻ പറ്റും, അല്ലെങ്കിൽ ഓടിപ്പോകുന്ന കുതിരേനെ പിടിച്ചു നിർത്താൻ പറ്റും എന്ന തരത്തിലുള്ള ഒരു ആത്മവിശ്വാസമുള്ളൊരു പ്രായമായിരുന്നു ഒരു 25 വയസ്സ് വരെ. ഇനി ആ സമയത്താണ് നമ്മൾ കട തുടങ്ങുന്നതും കല്യാണം കഴിയുന്നത്. പക്ഷേ ഒരു 30 വയസ്സാകുമ്പോഴേക്കും നമുക്ക് എന്ത് മനസ്സിലായി? നമ്മൾ വിചാരിച്ച പോലെ ലോകം തിരിയില്ല എന്നും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഈ ലോകം പിടിച്ചു നിർത്താൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ വിചാരിച്ചോ അത് പറയാനും മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളൊരു ബോധ്യം നമ്മൾക്ക് വന്നു. അങ്ങനത്തെ അവസ്ഥയിൽ നമ്മൾ പ്രതികൂല സാഹചര്യമാണ് ജീവിതം. നമ്മൾ എന്ത് ചെയ്താലും നമുക്കൊരു ചാൻസ് ഇല്ല, വിജയിക്കും എന്നൊരു ഉറപ്പില്ലാത്ത സമയത്ത് പൂർണ്ണമായിട്ട് നമ്മൾ ചെയ്യുന്ന കംപ്ലീറ്റ് പ്രവർത്തികൾ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ പൂർണ്ണമായിട്ട് ദൈവത്തിൽ പൂർണ്ണമായിട്ട് സമർപ്പിച്ച് ഇതിൽ നമുക്ക് എന്തെങ്കിലും വിജയം ഉണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ആണ് എന്ന ഒരു വിശ്വാസം, എന്നൊരു ബോധ്യം. ആ ബോധ്യത്തിലുള്ള ഒരു ഫൈറ്റിംഗ് ആയിരുന്നു പിന്നീട്. കാരണം നമുക്ക് നിലം തൊടാനായിട്ട് പറ്റാത്തൊരവസ്ഥ. എല്ലാം ഇപ്പം നമ്മൾ പറയില്ല പഞ്ചമൻ്റെ, നമ്മളൊരു തലയ്ക്ക് മീതെ ശൂന്യാകാശം താഴെ മരുഭൂമി എന്നുള്ളൊരു പാട്ടില്ലേ, ആ പാട്ടൊക്കെ പാടുമ്പോൾ നമ്മൾ തന്നെ ഇരുന്ന് കരയും. ആ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് കരച്ചിൽ വരും. അങ്ങനത്തെ ഒരു കാലം. ആ സമയത്ത് നമുക്കൊരു ചാൻസ് ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ഒറ്റൊരു വിശ്വാസമാണ്, ദൈവം നമ്മളെ കൈവിടിയില്ല, ദൈവം നമ്മുടെ ഒപ്പമുണ്ട്, ദൈവം നമ്മളെ നോക്കും എന്നൊരു ബോധ്യം. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാമെന്ന്. ആ പോക്കിലാണ് നമ്മൾ ഇന്ന് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത്. പിന്നെ എനിക്ക് സംസാരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചെറുപ്പകാലത്ത് ഇപ്പം ഈ സംസാരിക്കുന്ന പോലെയല്ലാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തപ്പ് വിക്കിലൊക്കെ ഉള്ള ആളായിരുന്നു. അന്നൊക്കെ EMS നമ്പൂതിരിപ്പാടിൻ്റെ പ്രസംഗമൊക്കെ കാണുമ്പോൾ അദ്ദേഹത്തിന് വിക്കിലും ഒക്കെ ഉണ്ട് നമ്മൾ പ്രസംഗം. അപ്പം നമ്മൾ ഈ വയസ്സായ ഇത്രയും വലിയ ഇന്ത്യയിലെ അല്ലെങ്കിൽ ഏറ്റവും വലിയ ബുദ്ധിജീവി ആയിട്ടുള്ള EMSന് പോലും വിക്കിലുണ്ട്. അപ്പോൾ അതേ ഒരു സാഹചര്യം നമുക്കുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ മാനസികമായിട്ട് നമുക്കൊരു അപകർഷവാദം ബാധിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിനെ സംബന്ധിച്ചോളം ഇന്നിപ്പോൾ അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഈ സംസാരിക്കുന്ന തന്നെ നമ്മൾ വിക്കിലില്ലാതെ സംസാരിക്കും. EMSന് മരണം വരെ വിക്കിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അവസ്ഥയൊക്കെ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം നമുക്ക് ഡയറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടെന്നൊരു തോന്നലൊരു ബോധ്യം ഉണ്ടെന്ന്. കാരണം എന്ത് വന്നാലും നമ്മൾ വീഴില്ല. ആരൊക്കെ നമ്മൾ വീഴ്ത്താൻ നോക്കിയാലും നമ്മൾ ദൈവം നമ്മളെ ഹെൽപ്പ് ചെയ്യും, ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നൊരു തോന്നൽ. പിന്നെ ദൈവത്തെ സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങളുണ്ട്.
ആയിരക്കണക്കിന് ആൾ ദൈവങ്ങൾ. പക്ഷെ ദൈവം സ്നേഹിക്കുന്ന വളരെ കുറച്ച് ആളുകളുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ദൈവം സ്നേഹിക്കുന്ന വളരെ അപൂർവം ആളാണ് ഞാൻ എന്നൊരു ഫീൽ എൻ്റെ ഉള്ളിലുണ്ടെന്ന്. അതെൻ്റെ ഒരു ധൈര്യമാണ്. ആ ധൈര്യത്തിനെയാണ് നമ്മൾ ഇത്രയും കാലം മുന്നോട്ട് പോയത്. ഇതെൻ്റെ കഴിവ്, എൻ്റെ ശക്തി, എൻ്റെ ബുദ്ധി കൊണ്ടല്ല. ദൈവം കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസം, ആ ബോധ്യം കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. കാരണം ആ വിശ്വാസം ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് എന്തുണ്ടാവാൻ പറ്റില്ല. നമുക്ക് ഈ ഇന്ന് കാണുന്ന ഈ ധൈര്യം, ഒരു എന്താ പറയുക, ധൈര്യം അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ്, എന്തിനും നേരിടാനും എന്ത് വന്നാലും നമ്മൾ അത് ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ശക്തി നിൽക്കുകയാണ്. എന്തിനായാലും ഞാൻ വീഴില്ല, എങ്ങനെയായാലും ദൈവം എന്നെ കാത്തു പോയി. അത് ഒരു 30, ഏറ്റവും കുറഞ്ഞത് പറഞ്ഞാൽ ഒരു എങ്ങനെ പോലും ഒരു 25 വർഷമെങ്കിലും ഉറപ്പായിട്ട് പറയാൻ പറ്റും. കാരണം ഇപ്പം ഒരു 60 വയസ്സിൻ്റെ അവിടേക്ക് വരുമ്പോൾ എന്തായാലും ഒരു 30 വയസ്സ് മുതൽ ആ സഞ്ചരിച്ചിട്ട് 35 മുതൽ എന്ന് ഉറപ്പിച്ച് തന്നെ പറയാം. എന്തായാലും ഒരു 35 വയസ്സ് മുതൽ തന്നെ നമുക്ക് ഉറപ്പിക്കാം 100% ദൈവത്തിൻ്റെ സംരക്ഷണയിലാണ്, ദൈവത്തിൻ്റെ ശക്തിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഉറച്ച ബോധ്യത്തിലാണ് ഇന്നും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള കാലം അങ്ങനെ തന്നെ ആയിരിക്കും. എന്ത് വന്നാലും നമുക്ക് ദൈവം നമ്മളെ ഒപ്പം നിൽക്കുന്നുള്ളൊരു ബോധ്യം, അത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വന്നുള്ളൊരു ബോധ്യമാണ്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് മാത്രമേ ഇനി ആ ബോധ്യം നഷ്ടപ്പെടുത്താൻ പറ്റുള്ളൂ. പക്ഷെ അല്ലാണ്ട് മനുഷ്യർക്ക് പറ്റില്ല. എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ബോധ്യം. താങ്ക് യു ജോൺ ചേട്ടാ. അപ്പോൾ ഇതിൽ പക്ഷേ വെച്ചാൽ ഇങ്ങനെ പോകുന്നുള്ള ആളെ നമ്മൾ പ്രതികൂല സാഹചര്യങ്ങളെ നേരിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരിക്കലും വിജയിക്കില്ല എന്നുള്ള ഇതിലെൻ്റെ ഈ സംസാരം തന്നെ ഏറ്റവും ഒരു തെളിവാണ്. കാരണം ഞാൻ ചെറിയൊരു കാര്യമില്ല ഞാൻ അതിനെ കാണുന്നത്. അതുകൊണ്ടൊരു ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ, ദൈവത്തിൻ്റെ ഒരു സപ്പോർട്ട്. ഞാനങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ ദൈവത്തെ വിളിച്ച് നടക്കുന്ന ആളുകളുണ്ടെന്ന്, ഞാൻ സ്ഥിരമായിട്ട് കുർബാനയ്ക്ക് പോകുന്നു, പ്രാർത്ഥിക്കുന്നു, ചെയ്യുന്നവരുണ്ട്. പക്ഷേ അതിൽ ചില ആളുകളെ എല്ലാ കാലഘട്ടത്തിലും ദൈവം സപ്പോർട്ട് ചെയ്യുന്നു, പിന്തുണയ്ക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ലോകത്തിൽ മുഴുവൻ ജനങ്ങളെ നോക്കുമ്പോൾ അങ്ങനെ ദൈവം ചില ആളുകളെ തിരഞ്ഞെടുത്ത് പ്രത്യേകം സംരക്ഷിക്കുന്നെന്ന് തോന്നുന്നു. അങ്ങനെ സംരക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ എന്ന് എൻ്റെ ഉള്ളിൽ എനിക്കൊരു ബോധ്യമുണ്ട്. നമുക്കൊരു അപ്പൻ അല്ലെങ്കിൽ അപ്പാപ്പൻ ആയിട്ട് കൂടെ ഉണ്ട് എന്നൊരു തോന്നുന്നു. അതാണ് നമ്മുടെ ഒരു ധൈര്യം, നമ്മുടെ ഒരു വിശ്വാസം, ഒരു കോൺഫിഡൻസ്. എന്താണ് തോന്നിയത് കേട്ടപ്പോൾ? ശരിയാണ്, നമുക്ക് എല്ലാവർക്കും ആ ഒരു വിശ്വാസമാണല്ലോ, ദൈവം കൂടെയുണ്ട്. ആ വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ദൈവം എല്ലാവരും അതുപോലെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ താങ്ക് യു ജോൺ ചേട്ടാ. ഓക്കെ.